ഹലോ, കുറേ കാലത്തിന് ശേഷം വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഹിബിസ്കൻ എന്ന് വന്നിട്ടുള്ളത്. ഈ മോളുടെ ചെവി കണ്ടോ, ഇതെല്ലാം ലൈസ് കാരണം വന്നിട്ടുള്ള ഇൻഫെക്ഷൻ തന്നെയാണ്. ഈ മോളുടെ ചെവീൻ്റെ ബാക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ശരിക്കും മീനിന് വര ഇട്ട പോലെയെന്ന് തന്നെ പറയാം. അതുപോലെ ക്രാക്ക് പോലെ വന്നിട്ട് മുറിവുണ്ട്, അവിടെ പൊട്ടിയിട്ടുണ്ട്, പഴുപ്പുണ്ട്, ചെറുതായിട്ട് ബ്ലീഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മോളുടെ തല ചൊറിയുമ്പോൾ പേൻ തെറിച്ച് വീഴുകയും, അതേപോലെ ഈ ഡാൻഡ്രഫ് പോലെയുള്ള പൊറ്റകളുണ്ട് തലയിൽ, അതുപോലത്തെ പൊറ്റകൾ തെറിച്ച് വീഴുകയും, സെയിം ടൈം വളരെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന പോലത്തെ സ്മെല്ലും ഉണ്ടായ കണ്ടീഷനിലാണ് ഈ മോളെ നമ്മൾ ആദ്യമായിട്ട് നമ്മളടുത്തേക്ക് എത്തുന്നത്. ഇതിലൊക്കെ അപ്പുറത്തേക്ക് എന്നെപ്പോലും വേദനിപ്പിച്ചൊരു കാര്യം, ഈ മോള് ഈ സ്കാൽപ്പിൽ ഈ ഇൻഫെക്ഷൻ കാരണം അവൾ അനുഭവിക്കുന്ന കുറച്ച് വേദനയുണ്ട്. അത് അത്രയും ബ്ലീഡിങ് ആയിട്ടുള്ള ഒരു സ്കാൽപ്പ് നമുക്കൊരു സെക്കൻഡ് കൊണ്ടൊന്നും ക്യൂർ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു ഫാക്ടർ എന്നാണ്, ഇവർക്ക് പറഞ്ഞിട്ടുള്ള കൃത്യമായ കൺസൾട്ടേഷനും കൃത്യമായ ട്രീറ്റ്മെൻറ്റും കൃത്യമായ ആഫ്റ്റർ കെയറും ഇവർ വളരെ പക്കാ രീതിയിൽ അവർ ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പാരൻസിനോട് എനിക്ക് വളരെ സന്തോഷം തോന്നാനുള്ള കാരണം ഇപ്പോഴും നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയറും എന്തൊക്കെയായി പെയിൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് എത്ര പറഞ്ഞു കൊടുത്താലും ശ്രദ്ധിക്കാത്ത കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എന്നെ വിഷമിപ്പിച്ച കാര്യം. പക്ഷേ ഇവരെ സംബന്ധിച്ച് അവർ കൃത്യമായി ചെയ്തു എന്ന് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. ഇനി ഇതുപോലെ തല പെരുകി പൊട്ടിപ്പഴുത്ത് നിങ്ങൾക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ അത് ചെറിയ തരത്തിലാണെങ്കിലും വലിയ തരത്തിലാണെങ്കിലും, അങ്ങനത്തെ കണ്ടീഷനുള്ള ആളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരും ആയിക്കോട്ടെ, അവർക്ക് ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് താഴെ കോൺടാക്റ്റ് നമ്പർ കൊടുക്കാം. നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. നമ്മൾ കോഴിക്കോടാണ്, വേങ്ങേരിയാണ്. സെയിം ടൈം നമുക്ക് വേറെ ബ്രാഞ്ചുകളില്ല. കോഴിക്കോട് ഹിബിസ്കൻ എന്നാണ് നമ്മുടെ സലൂണിൻ്റെ പേര്.